ഇങ്ങനെ ഗ്രേവിയിൽ മുക്കിയിട്ട് സൂപ്പർ, ഒരു രക്ഷയില്ല. ഹായ്, ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അത് മട്ടൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്യിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. വളരെ വളരെ മിനിമം ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 1/2 കിലോ മട്ടൺ ഉണ്ട്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒനിയൻസ് ആണ്. ഇപ്പോൾ 2 വലിയ ഒനിയൻസ്, 2 സ്പൂൺ കാശ്മീരി ചില്ലി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 8 ഏലക്ക, കറുവപ്പട്ട, പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കേർഡാണ്. അപ്പോൾ ഒരു 1/2 കപ്പ് ഓഫ് കേർഡ്, ആവശ്യത്തിന് ഉപ്പ്. വലിയൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്, കാരണം നമുക്ക് കൂട്ടിത്തിരുമാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കൂട്ടിത്തിരുമാട്ടോ. ഇതാണ് ഇതിൻ്റെ മാരിനേഷൻ. ഈ പച്ചമുളകും കൂടെ ചേർക്കണേ. വീണ്ടും നന്നായിട്ട് കൂട്ടിത്തിരുമ്മി 1/2 മണിക്കൂർ ഇതിങ്ങനെ വെക്കുക. 2 സ്പൂൺ നെയ്യ് ഇടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ സ്റ്റേജിൽ ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില, കുറച്ച് പുതിനയില, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചും കൂടെ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. അല്ലെങ്കിൽ ഈ പരുവത്തിലാണെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ നാൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഡിഷാണ്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാട്ടെ. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മട്ടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നെയ്യിലൊക്കെ കുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഒരു അസാധ്യ സ്മെല്ലാട്ടോ. ഒരു രക്ഷയില്ല. സ്മെല്ലിൽ തന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്തും കൂടെ കാണിക്കാം. ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഗ്രേവിയിൽ മുക്കിയിട്ട് സൂപ്പർ, ഒരു രക്ഷയില്ല. അപ്പം നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ ഡിയർ വൺസിന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഡിയർ വൺസിന് ഉണ്ടാക്കി കൊടുക്കണം. ആൻഡ് നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. ഇതുപോലത്തെ അടിപൊളി ഡിഷസ് കാണാനും കേൾക്കാനായിട്ട് നിങ്ങൾ ലെയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും വീണ്ടും കാണണം. അടുത്തൊരു അടിപൊളി ഡിഷുമായിട്ട് വരുന്നത് വരെ ബൈ.